സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന യൂസ് ടുവിനെ പറ്റിയാണ്. നമ്മൾ യൂസ് ടുവിനെ പറ്റി പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാക്കി എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും പഠിക്കുന്നത്? നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ടാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് യൂസ് ടുവിൻ്റെ അർത്ഥം അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല എന്നാണ് എൻ്റെ അർത്ഥം. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ടുവിന് ശേഷം നമ്മൾ V1 ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, അതായത് ഇത് പാസ്റ്റ് ടെൻസ് ആണല്ലോ, കഴിഞ്ഞൊരു കാര്യമാണല്ലോ, പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നല്ലോ, എങ്കിൽ എന്തിനാണ് V1 ഉപയോഗിക്കുന്നത്? പക്ഷേ ഇതിങ്ങനെയാണ്, അതാണ് എൻ്റെ കാരണം. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷിന് അങ്ങനെ കുറച്ച് വിചിത്രമായ ചില റൂളുകളുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ടുവിന് ശേഷം V1 ആണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഞാൻ സിഗരറ്റ് അല്ലെങ്കിൽ അവൻ സിഗരറ്റ് വലിക്കുമായിരുന്നു എന്നെങ്ങനെ പറയും? ഹി യൂസ് ടു സ്മോക്ക് സിഗരറ്റ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഹി വന്നുകൊണ്ട് സ്മോക്സ് എന്ന് എഴുതണോ? വേണ്ട, ഹി യൂസ് ടു സ്മോക്ക് സിഗരറ്റ്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഞങ്ങൾ ദുബൈയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. വി യൂസ് ടു ലീവ് ഇൻ ദുബായ്. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ യൂസ് ടു എന്ന് നമുക്ക് ഡെഡ് പ്ലസ് യൂസ് ടു എന്ന് എഴുതാവുന്നതാണ്. അതെന്തിനാണ് എഴുതുന്നത്? ശ്രദ്ധിക്കുക. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കത്തില്ലായിരുന്നു എന്നങ്ങനെ പറയും. ഐ ഡിഡിൻറ്റ് യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. അവിടെ യൂസ് ടുവിനെ മാത്രമേ നമ്മൾ പിരിച്ചെഴുതിയുള്ളൂ. ഇനി മറ്റൊന്ന്, ഹി ഡിഡിൻറ്റ് യൂസ് ടു സ്മോക്ക് സിഗരറ്റ്. ഓക്കെ, ഞാനത് മുമ്പേ പറഞ്ഞു, അവൻ സിഗരറ്റ് വലിക്കുമെന്നാണ് ചുമ്മാ പറഞ്ഞത്. അപ്പോൾ ഹി ഡിഡിൻറ്റ് യൂസ് ടു സ്മോക്ക് സിഗരറ്റ്സ്. ഇനി ഞങ്ങൾ ദുബൈയിലല്ല താമസിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ദുബൈയിൽ ഞങ്ങൾ താമസിച്ചിട്ടില്ലായിരുന്നു എന്നങ്ങനെ പറയും. വി ഡിഡിൻറ്റ് യൂസ് ടു ലീവ് ഇൻ ദുബായ്. ശ്രദ്ധിക്കുക, വി ഡിഡിൻറ്റ് യൂസ് ടു ലീവ് ഇൻ ദുബായ്. ഇനി നമ്മൾ പറഞ്ഞത് തന്നെ യൂസ് ടുവിന് നമുക്ക് ഡിഡ് പ്ലസ് യൂസ് ടു എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, ഹി യൂസ് ടു പ്ലേ ടെന്നീസ്. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, അവൻ ടെന്നീസ് കളിക്കുമായിരുന്നോ എന്നങ്ങനെ ചോദിക്കും. ആ ഡിഡിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിലേക്ക് ഇടും. അപ്പോൾ എങ്ങനെ വരും? ഡിഡ് ഹി യൂസ് ടു പ്ലേ ടെന്നീസ് എന്നായി. ഓക്കെ, അവൻ സിഗരറ്റ് വലിക്കുമായിരുന്നു എന്നങ്ങനെ ചോദിക്കും. ഡിഡ് ഹി യൂസ് ടു സ്മോക്ക് സിഗരറ്റ്സ് എന്നാണ് വരുന്നത്. അപ്പോഴേ അവൻ ചെയ്യുമായിരുന്നു എന്നങ്ങനെ പറയും. യെസ് ഹി ഡിഡ്. ഇല്ലായിരുന്നു എന്നങ്ങനെ പറയും. നോ ഹി ഡിഡിൻറ്റ് എന്നാണ് വരുന്നത്. ഇവിടെ ഡിഡ് ഹി യൂസ് ടു സ്മോക്ക് സിഗരറ്റ്സ്? നോ ഹി ഡിഡിൻറ്റ് എന്ന് പറഞ്ഞാൽ അവൻ വലിക്കത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇപ്പോഴങ്ങനെയാണ്, ഇപ്പോഴവൻ ക്രിക്കറ്റ് കളിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴവൻ മിക്കപ്പോഴും കളിക്കുന്നതാണ്, അതല്ലെങ്കിൽ കളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ഇപ്പോൾ കളിക്കും എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു എന്നാണ്, അല്ലേ? അപ്പോഴേ നമുക്കിപ്പോൾ കളിക്കുമെന്ന് പറയാൻ എന്താ ചെയ്താൽ മതി? ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി. എന്തോ ഒരു ഘടപടി ഉണ്ടല്ലേ, എന്തോ ഒരു തെറ്റുണ്ട്. അത് തെറ്റാണ് യഥാർത്ഥം. കാരണം എന്താണ്? ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ ഏത് ടെൻസിലാണ് പറയേണ്ടത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അവിടെ യൂസ് ടുവിൻ്റെ ആവശ്യമേ ഇല്ല. എന്ത് പറഞ്ഞാൽ മതി? ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവൻ സിഗരറ്റ് വലിക്കുമെന്ന് എങ്ങനെ പറയും? ഹി സ്മോക്സ് സിഗരറ്റ്സ്, അല്ലേ? അവിടെ എസ് ചേർക്കണം. ഹി സ്മോക്സ് സിഗരറ്റ്. അപ്പോഴിത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാണുക. ഒരു 5-6 തവണയിൽ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ തീർന്നിട്ടില്ല, ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെപ്പോഴും പ്രതികരിക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുറഞ്ഞ 5 പേർക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഏതെങ്കിലുമൊക്കെ 5 ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് തന്നെ ഒന്ന് സഹായിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്, പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക. ഓക്കെ ഓക്കെ ഹി യൂസ് ടു പ്ലേ ടെന്നീസ്. അപ്പോഴവൻ ഇപ്പോൾ ടെന്നീസ് കളിക്കുന്നു എങ്ങനെയാണ് പറയുന്നത്? ഹി പ്ലേസ് ടെന്നീസ് എന്ന് പറഞ്ഞാൽ മതി. ഹി ലീവ്സ് ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ ദുബൈയിലാണ് താമസിക്കുന്നത്. ഓക്കെ, ഈ ഡസൻറ്റ് ലീവ് ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ അവൻ ദുബൈയിലല്ല താമസിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കില്ലെന്ന് അങ്ങനെ പറയും. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്, അല്ലേ? അവൻ ടെന്നീസ് കളിക്കത്തില്ല എന്നങ്ങനെ പറയും. ഹി ഡസൻറ്റ് പ്ലേ ടെന്നീസ്, അല്ലേ? വളരെ സിമ്പിളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ആദ്യമുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ കാണണം. ഓക്കെ, ഇനി
നമുക്ക് ഇത് പൂർണ്ണമായിട്ട് സെൻറ്റൻസ് ആക്കി എങ്ങനെ പറയാം? ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ആയിരുന്നു അല്ലെങ്കിൽ അല്ലായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കോളത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്നുള്ളതിന് എന്ത് വാക്കാണ് ഉപയോഗിക്കാവുന്നത്? പിന്നെ ഇപ്പോൾ ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കോളത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, വി യൂസ് ടു ലിവ് ഇൻ ദുബായ്, നമ്മൾ കണ്ടതാണ് അല്ലേ? ഞങ്ങൾ ദുബൈയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ബട്ട് നൗ എന്ന് പറഞ്ഞാൽ എന്നാൽ ഇപ്പോൾ. വി ലീവ്സ് ഇൻ കേരള. ഓക്കെ, പക്ഷെ ഞങ്ങൾ ഇപ്പോൾ കേരളത്തിലാണ് താമസിക്കുന്നത് അല്ലേ? സിമ്പിൾ. വി ഡിഡ്ന്റ് യൂസ് ടു ലീവ് ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദുബൈയിൽ അല്ലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ബട്ട് നൗ ഹി lives in Dubai. ഓക്കെ, അല്ലെങ്കിൽ we live in Dubai. ഓക്കെ, വി ആണെന്ന് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ എൻ്റെ ആ മൂന്നാമത്തെ കോളസ് ചെറിയ തെറ്റുണ്ട്. എന്താണ് വരുന്നത്? ഹീക്ക് പകരം we live in Dubai എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഇനി ഇപ്പോഴും he used to smoke cigarettes എന്ന് പറഞ്ഞാൽ അവൻ സിഗരറ്റ്സ് വലിക്കുമായിരുന്നു അല്ലേ? ബട്ട് നൗ എന്നാൽ ഇപ്പോൾ he doesn't smoke, എന്നാൽ ഇപ്പോഴവൻ പുകവലിക്കാറേയില്ല അല്ലേ? I used to eat lot of cakes when I was a child. ഓക്കെ, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് കേക്ക് കഴിക്കുമായിരുന്നു. Now ഇപ്പോൾ I don't like cakes. പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടമല്ല കേക്ക് എന്നാണ് പറയുന്നത്. അടുത്ത് I didn't used to eat fish എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മീൻ കഴിക്കുമായിരുന്നില്ല. Now I love fish. ഐ ലവ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ് ലവ് എന്ന് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഐ ലൈക്ക് ഫിഷ് എന്ന് പറയാം. പക്ഷേ ഇച്ചിരി ഒരു കൂടിയത് എന്താണ്? ഐ ലവ് ഫിഷ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നത്. നമുക്ക് ഇനി ചെറിയൊരു എക്സസൈസ് ചെയ്യാം. ഇവിടെ ഞാൻ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് ആലോചിക്കുക, അതിനുശേഷം നിങ്ങൾ എൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, അവൻ പണ്ട് ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോൾ യാത്ര ചെയ്യാറില്ല. അവൻ എന്നാണ്, അപ്പോഴ ഹീ ആണ് വരേണ്ടത്. അപ്പോഴ എന്താണ്? ഹീ യൂസ് ടു ട്രാവൽ എ ലോട്ട് ബട്ട് നൗ ഹീ ഡസൻറ്റ് ട്രാവൽ അറ്റ് ഓൾ. ഓക്കെ, ഇനിയിപ്പോഴേ ഞാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? ഇപ്പോഴും ഞാനാണ് ഇവിടെ, പിന്നെ ഞാനെന്നുള്ളത് വെച്ചാണ് ഞാനിവിടെ ഉത്തരം കൊടുത്തിരിക്കുന്നത്. എന്താണ് വരുന്നത്? ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട് ബട്ട് നൗ ഐ ഡോണ്ട് ട്രാവൽ അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ യാത്രയെ ചെയ്യാറില്ല. അപ്പോൾ ഉത്തരം എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ളത്? ഹീ യൂസ് ടു ട്രാവൽ എ ലോട്ട് ബട്ട് നൗ ഹീ ഡസൻറ്റ് ട്രാവൽ അറ്റ് ഓൾ എന്നാണ് ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അവൻ പണ്ട് യാത്ര ചെയ്യാറില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പണ്ട് യാത്ര ചെയ്യാറില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്യും. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും കൊടുത്തിരിക്കുന്നത് എന്നെ പറ്റി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവനെ പറ്റിയുള്ളത് ആദ്യം തന്നെ പറയാം. ഹീ ഡിഡ്ന്റ് യൂസ് ടു ട്രാവൽ. ഓക്കെ, അവൻ പണ്ട് യാത്ര ചെയ്യാറില്ലായിരുന്നു, ബട്ട് നൗ ഹീ ട്രാവൽസ് എ ലോട്ട്. ഓക്കെ, ഹീ വന്നതുകൊണ്ട് ട്രാവൽസ് വരും. പക്ഷേ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? എന്നെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ്? ഐ ഡിഡ്ന്റ് യൂസ് ടു ട്രാവൽ. ഞാൻ പണ്ട് യാത്ര ചെയ്യാറില്ലായിരുന്നു, ബട്ട് നൗ ഐ ട്രാവൽ എ ലോട്ട്. പക്ഷെ ഞാനിപ്പോൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഇനി ഞാൻ ഒരു ഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്, എന്നാൽ ഇപ്പോൾ ദുബൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ പറയും? ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഐ യൂസ് ടു ലിവ് ഇൻ എ വില്ലേജ്, നൗ ഐ ലിവ് ഇൻ ദുബായ്. പണ്ട് ഞാൻ ചിക്കൻ കഴിക്കാറില്ലായിരുന്നു, ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനാണ്. ഐ ഡിഡ്ന്റ് യൂസ് ടു ഈറ്റ് ചിക്കൻ, now chicken is my favorite. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും പറയാം, now I love chicken എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് ഈസ് മൈ ഫേവറേറ്റ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാവുന്നതാണ്. കേക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളതാണെന്ന് അങ്ങനെ പറയും. കേക്ക് ഈസ് മൈ ഫേവറേറ്റ്. ഓക്കെ, ബിരിയാണി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, ബിരിയാണി ഈസ് മൈ ഫേവറേറ്റ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനിയിപ്പോൾ റെക്സ് പണ്ട് ഒരു ദിവസം 20 സിഗരറ്റ് വലിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ വലിക്കില്ല എന്നങ്ങനെ പറയും. Rex used to smoke 20 cigarettes in a day. Now he doesn't smoke. പക്ഷേ അവൻ ഇപ്പോൾ വലിക്കാറില്ല. Now he doesn't smoke.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം മുതലുള്ള ചാപ്റ്ററുകൾ കാണാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.